ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും ഇനി കോൺഗ്രസിൽ. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തെ ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇരുവർക്കും പാർട്ടി അംഗത്വം നൽകി. കോൺഗ്രസിൽ അംഗത്വമെടുത്തതിൽ അഭിമാനമെന്നായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം. പോരാട്ടം ഇനിയും തുടരുമെന്നും പ്രതികരണം. कांग्रेस पार्टी का मैं बहुत बहुत धन्यवाद करती हूँ, क्योंकि जब बोलते हैं ना कि बुरे टाइम में पता लगता है कि अपना कौन है। जब हम रोड पे घसीटे जा रहे थे तो छोड़ के बीजेपी को देश में जितनी भी पार्टियां हैं वो हमारे साथ में थी, हमारे दर्द को समझ पा रही थी, हमारे आंसुओं को समझ पा रही थी। मैं बहुत प्राउड फील कर रही हूँ कि मैं एक ऐसी पार्टी में, एक ऐसी विचारधारा में हूँ जो महिलाओं के साथ हो रहा अन्याय और उनके साथ बुरे बर्ताव के खिलाफ खड़ी है। वो लड़ाई लड़ने के तैयार है, सड़क से लेकर संसद तक। സമരവേദിയിൽ പെൺകുട്ടികളോട് അതിക്രമം കാണിച്ചവരെയാണ് BJP പിന്തുണച്ചതെന്ന് ബജ്രംഗ് പൂനിയ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. जो आज बीजेपी की IT सेल बोल रही है कि इनका मकसद तो सिर्फ राजनीति करना था, हमने तो उनको लेटर भेजा था, वो जब भी नहीं आए। हमने तो बीजेपी के जो सांसद थी, जितनी भी महिला सांसद थी, उनके घर पे लेटर दिया था, वो फिर भी उन बच्चियों के साथ नहीं खड़े हो पाए। कांग्रेस पार्टी तो बिना कुछ हमने इनको बताया ये वहाँ पे हमारे साथ खड़े हुए। तो देश की बेटियों की जो आवाज़ उठाई उसका भुगतान हम कर रहे हैं, लेकिन ये चीज़ हमें पता लगी कि जो अत्याचार बेटियों पे हुआ जंतर मंतर पे, उसके साथ सिर्फ बीजेपी पार्टी खड़ी हुई। നേരത്തെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റെയിൽവേയിലെ ജോലി രാജിവെച്ചാണ് വിനേഷ് ഫോഗട്ടിന്റെയും ബജ്രംഗ് പൂനിയയുടെയും രാഷ്ട്രീയ പ്രവേശനം. രാഹുൽ ഗാന്ധിക്കൊപ്പം ഫോട്ടോ എടുത്തതിന് വിനേഷ് ഫോഗട്ടിന് റെയിൽവേ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. It is a crime to stand with the leader of opposition of this country. They didn't join. They didn't told to anybody. The railway is running behind rumors. They are telling that there are news, there are reports that you are going to contest the election. Therefore, you cannot contest the election while you are an employee. Therefore, give an explanation. They didn't told anything to anybody. You people know that. They only done a crime which they are mentioning. They met leader of opposition Rahul Gandhi. ഇരുവരെയും പരോക്ഷമായി എതിർത്ത് ഗുസ്തി താരം സാക്ഷി മാലികും രംഗത്ത് വന്നു. തനിക്കും രാഷ്ട്രീയ അവസരങ്ങൾ ലഭിച്ചിരുന്നു, എന്നാൽ ലക്ഷ്യം നേടും വരെ പോരാട്ടം തുടരുമെന്നാണ് സാക്ഷി മാലിക്കിന്റെ പ്രതികരണം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇരുവരും കോൺഗ്രസ് അംഗത്വം നേടിയത് എന്നതും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, താരങ്ങളുടെ കോൺഗ്രസ് പ്രവേശനം പഴയ ബ്രിജ്ഭൂഷണെതിരായ സമരത്തോടും ഏറ്റവും ഒടുവിലുണ്ടായ വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ വിവാദത്തോടുമൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഒപ്പം തന്നെ കായിക മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെയുള്ള പ്രതികരണം ഇതിനോട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഏറ്റവും ഒടുവിൽ വിനീത. തീർച്ചയായും രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെയാണ് ഈ രാഷ്ട്രീയ ഗോതയിലേക്കുള്ള വിനേഷ് ഫോഗട്ടിന്റെ പ്രവേശനം. നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വിനേഷ് എത്തുമെന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സൂചന പ്രകാരം തന്നെയാണ് ഇന്ന് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങിയിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ ഇവിടെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇരുവരും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് AICCയിലേക്ക് എത്തുകയും അവിടെ വെച്ച KC വേണുഗോപാലിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനമായും വിനേഷ് പറഞ്ഞത് ഈ ചില സാഹചര്യങ്ങൾ അത് നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ആരൊക്കെയാണ് അവസാന ഘട്ടത്തിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊപ്പം ഉണ്ടാവുക എന്നത് നമ്മുടെ മോശം അവസ്ഥയിലാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നായിരുന്നു വിനേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ KC വേണുഗോപാലിൽ നിന്നാണ് ഇരുവരും ഇന്ന് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഹരിയാനയിൽ മത്സരിക്കുമോ എന്ന ചില ചോദ്യങ്ങൾ വിനേഷിനോട് ചോദിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു വിനേഷ് അതിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ സാക്ഷി മാലിക്കും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നത്. സാക്ഷിയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് തനിക്കും ചില അവസരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ്
ഇങ്ങനെയുള്ള ഒരു നീക്കം എന്ന രീതിയിൽ തന്നെയായിരുന്നു സാക്ഷി മാലിക്കിന്റെയും പ്രതികരണം അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് വൈകിട്ട് ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഡൽഹിയിൽ വെച്ച് ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിശകലനം എന്ന തലത്തിലേക്ക് നമ്മൾ അതിനെ മുൻനിർത്തി നോക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നത് ഈ വിനേഷ് ഫോഗട്ട് ഈ ഒരു ഘട്ടത്തിൽ കായിക താരങ്ങൾ രാഷ്ട്രീയ ഗോതയിലേക്ക് കൂടി ഇറങ്ങുകയാണ്. വിനീത വി ജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.